നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ജൂലൈ 24, 25 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട്. ഒരു ദിവസം മിനിമം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കിയാണ് ഇതിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ജൂലൈ 23 രാത്രി 7:01 PM മുതൽ ജൂലൈ 26 രാവിലെ 7:34 AM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാവുന്നത്. ആദ്യം നമുക്ക് ഇപ്പോൾ നമുക്ക് ഇടയ്ക്ക് പറയട്ടെ, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാര്യം ഇതൊക്കെ പറഞ്ഞു തരുന്നില്ല. വയസ്സാകാലത്ത് കൃത്യമായിട്ട് എല്ലാ 2 ദിവസം കൂടുമ്പോഴും ദിനഫലം ഇടും. മറ്റ് ചാനലുകളൊന്നും ഇത് ശ്രമിക്കാറില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ അങ്ങ് ചെയ്യുക. ഓക്കെ, പിന്നെ ജ്യോതിഷപരമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് നിങ്ങൾ വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ ഞാൻ മറുപടി പറയുന്നതാണ്. എൻ്റെ വാട്സാപ്പ് നമ്പർ, ഫോൺ വിളിക്കരുത് ദയവേത്, തിരക്കാണ്. ഓക്കെ, 9847291363. ഓക്കെ, ആദ്യം നമുക്ക് മേടൻ രാശി നോക്കാം. അശ്വതി ഭരണി കാർത്തിക ആദ്യ പാദം ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും ചന്ദ്രൻ പ്രതികൂലമാണ്, ചന്ദ്രനും ശനിയും. പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിൽ, അതുപോലെ തന്നെ സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. പിന്നെ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. അനുകൂലമായിട്ട് സർപ്പം, ശിഖി, ശുക്രൻ ഇവ നിൽക്കുന്നു. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് വരും. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. ഭൗതിക സുഖങ്ങൾ, എങ്കിലും ഒരു പൊലിമക്കുറവ്, ഒരു പൂർണ്ണതക്കുറവ് എല്ലാറ്റിലും അനുഭവപ്പെടാം. കാര്യം ചന്ദ്രൻ പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്, അഷ്ടമത്തിലാണ്. എങ്കിലും പൊതുവെ ഇവർക്ക് 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടും 3 ഗ്രഹങ്ങൾ അനുകൂലമായ ഗുണാധിക്യം തരുന്ന രീതിയിൽ നിൽക്കുന്നുണ്ട്. നമുക്ക് ഗുണാധിക്യം തന്നെ പറയാം, എങ്കിലും ഒരു പൂർണ്ണതക്കുറവ് പ്രതീക്ഷിക്കാം. ഓക്കെ, മേടൻ രാശി. ഇനി ഇടവൻ രാശി. കാർത്തിക അവസാനം 3 പാദം, രോഹിണി, മകയിര ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ്. ചൊവ്വ മാത്രമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. അത് ജന്മത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അപകടങ്ങൾ കരുതിയിരിക്കുക. ശാരീരിക മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാവാം. ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. ഇവർക്ക് 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. 3 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. ഇവർക്ക് എല്ലാ കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കും. സാങ്കേതിക മികവുകൊണ്ട് നേട്ടമുണ്ടാവും. തൊഴിൽപരമായിട്ടുള്ള നേട്ടം അത് ഈ കർക്കിടക മാസം മുഴുക്കെ ഉണ്ടാവും. പിതൃഗുണം, സന്താന നേട്ടം, കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. പൊതുവെ ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. ഇനി മിഥുനം രാശി. മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർദം ആദ്യ 3 പാദം. ഓക്കെ, മിഥുനം രാശിക്കും ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. എങ്കിലും ശനിയും ചൊവ്വയും പ്രതികൂലമാണ്. ശാരീരിക മാനസിക അസ്വസ്ഥതകൾ പ്രതീക്ഷിക്കാം. അപകടങ്ങൾ കരുതിയിരിക്കുക. ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങൾ സാധ്യതയുണ്ട്. സർവ്വവിധ സൗഭാഗ്യം. പിന്നെ ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവും, ബന്ധങ്ങൾ ഊഷ്മളമാവും. എങ്കിലും കഴിവതും ഈ യാത്രകൾ ഒഴിവാക്കുക. കാര്യം ഈ ശനി ചൊവ്വയുമാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ദൂരയാത്രകൾ കഴിവതും ഒഴിവാക്കുക. നമുക്ക് ചൊവ്വ പ്രതികൂലമല്ലാതാവാൻ ഇനിയും കുറച്ച് 10-50 ദിവസം കൂടെ കഴിയും. അതിനുശേഷം ദൂരയാത്രയൊക്കെ അറേഞ്ച് ചെയ്യാം. ഓക്കെ, ഇവർക്ക് പൊതുവെ
ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. ഇനി കർക്കിടകം രാശി, പുണർദം അവസാന പാദം പൂയായില്യം. കർക്കിടകം രാശിക്ക് അല്പം ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുള്ള സാധ്യതയുണ്ട്. കാര്യം സൂര്യൻ പ്രതികൂലമാണ്, വ്യാഴവും സർപ്പം അഷ്ടമത്തിലുമാണ്. അപ്പോൾ ശാരീരിക മാനസിക അസ്വസ്ഥതകൾ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ അപകടങ്ങൾ കരുതിയിരിക്കാം. ഓക്കെ, പൊതുവെ ഇവർക്ക് 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടും ചൊവ്വയും ശുക്രനും അനുകൂലമായിട്ട് നിൽക്കുന്നു. ചൊവ്വ വഴി ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം ഉണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ഉണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഒരു പരിധി വരെ ഉയർച്ച ഉണ്ടാവും. എങ്കിലും പൊതുവെ ഇവർക്ക് ഈ സൂര്യൻ കയറി അങ്ങോട്ട് ജന്മത്തിൽ നിൽക്കുന്നതുകൊണ്ട് അത്ര സുഖകരമല്ല ദിവസങ്ങൾ. പൊതുവെ ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസങ്ങളാണ്. അഷ്ടമത്തിലാണ് സർപ്പവും. ഓക്കെ, ഇനി ചിങ്ങം രാശി, മകം പൂര ഉത്രം ആദ്യപാദം. ചിങ്ങം രാശിക്കും അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. എന്നാൽ തന്നെയും ചൊവ്വ ഇവർക്ക് ഗുണാധിക്യം തരുന്നു. കർമ്മത്തിൽ 10ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുകയാണ്. അത് ഏകദേശം 11ാം ഭാവത്തിലേക്ക് വരും കുറച്ച് കാലം കൂടെ കഴിയുമ്പോൾ. അപ്പോൾ അത് അപ്പോഴും ചൊവ്വ അനുകൂലമാണ്. അപ്പോൾ ഈ ചൊവ്വയുടെ ഒരു ബലത്തിൽ നമുക്ക് ഒരു 19 ദിവസം വലിയ പ്രശ്നങ്ങളില്ലാതെ പോവാം. എങ്കിലും 5 ഗ്രഹങ്ങൾ പ്രതികൂലമാണ്, 4 പാപഗ്രഹങ്ങൾ ഉൾപ്പെടെ. അപ്പോൾ അതുകൊണ്ട് ശാരീരിക മാനസിക അസ്വസ്ഥതകൾ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ എന്താ പറയുക, നമ്മുടെ ചെറിയ അപകടങ്ങൾ പ്രതീക്ഷിക്കാം. നമ്മൾ ഞായറാഴ്ച ശിവന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. അഷ്ടമ ശനിയാണ്. ഓക്കെ, ഇവർക്ക് ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം ഉണ്ടാവാം. കലാസാഹിത്യ രംഗത്തൊക്കെ നേട്ടം ഉണ്ടാവാം. എങ്കിലും പൊതുവെ ഒരു കാലതാമസം, തടസ്സം, പൂർണ്ണതക്കുറവ് ഇതൊക്കെ അനുഭവപ്പെടാം. ചിങ്ങരാശിക്ക് അത്ര നല്ല ദിവസങ്ങളല്ല. ഇനി കന്നിരാശി. കന്നിരാശിക്കാരാണ് ഇപ്പോൾ ടോപ്പിൽ നിൽക്കുന്നത്. ഓക്കെ, കന്നിരാശി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അവരെക്കുറിച്ച് വീഡിയോ ഇടാമെങ്കിൽ എല്ലാ ദിവസവും ഇടേണ്ടി വരും. കാര്യം അവർക്ക് നിരത്തിപ്പിടിച്ച് ഗുണാധിക്യമാണ് കാണുന്നത്. ഓക്കെ, ഇവിടെ ഇന്നത്തെ ഈ ദിവസങ്ങളിൽ ചന്ദ്രൻ ഉൾപ്പെടെ 7 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. അപ്പോൾ നമുക്ക് ശനി മാത്രമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്, 7ാം ഭാവത്തിലാണ്. അപ്പോൾ ജീവിത പങ്കാളിയായിട്ടും ഓപ്പോസിറ്റ് സെക്സുമായിട്ട് പ്രശ്നം ഉണ്ടാവാം. അപകടങ്ങൾ എപ്പോഴും നമ്മൾ കരുതിയിരിക്കുക. എപ്പോഴും അതിപ്പോൾ ശനി അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ വാഹനമൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. അത് ജ്യോതിഷമൊന്നും നോക്കണമെന്നില്ല. ഒരുമാതിരി കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നമുക്ക് വാഹനം സൂക്ഷിച്ച് ഉപയോഗിക്കാം. ഓക്കെ, ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് ഉല്ലാസയാത്രകൾക്കും തീർത്ഥയാത്രകൾക്കുമൊക്കെ അവസരമൊരുങ്ങും. ചന്ദ്രൻ, വ്യാഴം, ശുക്രൻ ഇവർ 3 അനുകൂലമാണ്. അതുപോലെ തന്നെ ചൊവ്വ ഇവിടെ 9ാം ഭാവത്തിലാണ് നിൽക്കുന്നത്, ഗുണദോഷ സമ്മിശ്രമാണ്. അപ്പോൾ ചൊവ്വ പ്രശ്നം ഉണ്ടാക്കുന്നില്ല. ചൊവ്വയും കൂടെ അനുകൂലമായിട്ട് മാറും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ. അപ്പോൾ ആഗസ്റ്റ് 1-ാം തീയതിയോ മറ്റോ, 1-ാം തീയതിയോ 2-ാം തീയതിയോ അത് ഞാൻ വീഡിയോ ചെയ്തിരുന്നു. ചൊവ്വ മാറുന്നു എന്നൊക്കെ പറഞ്ഞു, അതൊക്കെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ അതും കൂടെ ആകുമ്പോഴത്തേക്ക് 8 ഗ്രഹങ്ങളൊക്കെ അനുകൂലമായിട്ടൊക്കെ വരാൻ പോയാണ്. ഗ്ലാമർ വരെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതിൽ ഗ്ലാമർ വർദ്ധിക്കുന്നതുകൊണ്ട് നിങ്ങൾ വിഷമിക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇവിടെ ഭാഗ്യപരീക്ഷകൾ സാധ്യതയുണ്ട്.
കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാകും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഭൗതിക സുഖങ്ങൾ, സർവ്വവിധ സൗഭാഗ്യം. കൂടാതെ സൂര്യൻ ഇവിടെ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ്. അപ്പോൾ തൊഴിൽ ഭാഗ്യം, പിതൃഗുണം, സന്താന നേട്ടം. ചൊവ്വയും കൂടെ വരുമ്പോൾ പിതൃസ്വത്തൊക്കെ ലഭിക്കാനുള്ള സാധ്യതയാണ്. ഓക്കെ, കന്യാരാശിക്ക് അടിപൊളി ഇടിപെട്ട് സൗഭാഗ്യങ്ങൾ നിരത്തിപ്പിടിച്ച് വരിക. ഓക്കെ, ഇപ്പോൾ 12 രാശികളിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യമുള്ളത് കന്യാരാശിക്കാണ്. ഓക്കെ, ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. അതുകൂടാതെ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിൽ, ശിവപാർവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. പറ്റുമെങ്കിൽ വഴിപാട് നടത്തുക. കന്യാരാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഓക്കെ, ഇനി തുലാം രാശി. ചിത്തിര അവസാനം 2 പാദം, ചോതി, വിശാഖ ആദ്യം 3 പാദം. തുലാം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. 5 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. 3 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. ചൊവ്വ മാത്രമാണ് പ്രതികൂലം. അത് നമ്മൾ ഈ പറഞ്ഞ വാഹനങ്ങൾ സൂക്ഷിച്ചുപയോഗിക്കുക. അതുപോലെ തന്നെ അപകടങ്ങൾ കരുതിയിരിക്കുക. ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. എല്ലാ കാര്യത്തിലും ഒരു വിജയസാധ്യത നിലനിൽക്കും. സാങ്കേതിക മികവുകൊണ്ട് നേട്ടങ്ങളുണ്ടാവും. തൊഴിൽ ഭാഗ്യം, പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ പ്രതീക്ഷിക്കാം. ഭൗതിക സുഖങ്ങൾ ഉണ്ടാവും. പൊതുവെ ഗുണാധിക്യമാണ് തുലാം രാശിക്ക് ഞങ്ങൾ പറയുന്നത്. ഇനി വൃശ്ചികം രാശി. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. ഗുണാധിക്യമാണ് കാണുന്നത്. കാര്യം ചൊവ്വ മാത്രമാണ് ഇവർക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. അതേസമയം 5 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടും 3 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. വ്യാഴം 9ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്താണ്. സർവ്വവിധ സൗഭാഗ്യം, ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. പ്രത്യേകിച്ച് ബൗദ്ധിക മേഖലയിൽ നിന്ന് കണക്ട് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധമുള്ള എല്ലാവർക്കും നേട്ടങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. പൊതുവെ വൃശ്ചികം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. ഇനി ധനുരാശി. മൂലപൂരാട ഉത്രാട ആദ്യ പാദം. ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. കാര്യം ശനി, സൂര്യൻ, വ്യാഴം പ്രതികൂലമാണ്. ചന്ദ്രനും പ്രതികൂലമാണ്. അതാണ് നമുക്ക് പ്രശ്നം നിൽക്കുന്നത്. അപ്പോൾ നേട്ടങ്ങളുണ്ടാവും ഒരു പരിധി വരെ. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. പ്രത്യേകിച്ച് ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും അതിനൊക്കെ ഒരു കാലതാമസവും അത്യാവശ്യം പൂർണ്ണത കുറവും പൊലിമക്കുറവും ഒക്കെ ഉണ്ടാവും. ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ ശിവന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന്, ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ധനുരാശിക്ക് അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ഇനി മകരം രാശി. ഗുണാധിക്യമാണ് കാണുന്നത്. ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. എല്ലാ കാര്യത്തിലും ഒരു വിജയസാധ്യത നിലനിൽക്കും. ശനി അനുകൂലമാണ്. സാങ്കേതിക മികവ് കൊണ്ട് നേട്ടങ്ങളുണ്ടാവും. സർവ്വവിധ സൗഭാഗ്യം. അതുപോലെ തന്നെ ഉല്ലാസയാത്രകൾക്കും തീർത്ഥയാത്രകൾക്കും വഴിയൊരുങ്ങും. ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവുണ്ടാവും. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. സൂര്യൻ മാത്രമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. ഞായറാഴ്ച ശിവന് വഴിപാട് നടത്തുക. പൊതുവെ മകരം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി കുംഭൻ രാശി. അവിട്ടം അവസാന 2 പാദം, ചതയം, പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭൻ രാശിക്ക് അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. എങ്കിലും ചന്ദ്രൻ, സൂര്യൻ ഇവ അനുകൂലമായതുകൊണ്ട് കുറച്ചൊക്കെ ഡിസ്കൗണ്ട് കിട്ടും ദുരിതത്തിന്. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ചൊവ്വാഴ്ച മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക.
ഇവർക്ക് തൊഴിൽപരമായിട്ട് ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാവാം. എങ്കിലും പൊതുവെ അത്ര നല്ല ദിവസങ്ങളൊന്നുമല്ല കൊമ്പൻ രാശിക്ക്. ഇനി മീനം രാശി, പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി. ഇവർക്ക് ഒരു പരിധിവരെ ഗുണാധിക്യം പ്രതീക്ഷിക്കാം. എങ്കിലും ശനി ജന്മശനിയായിട്ട് തുടരുന്നു. ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാട് നടത്തുക. എല്ലാ ദിവസവും ശിവനും ക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇവർക്ക് വ്യാഴം 5-ാം ഭാവത്തിലാണ്. വിവാഹം കാത്തു നിൽക്കുന്ന യുവതിയുവാക്കൾക്ക് നേട്ടങ്ങളുണ്ടാവാം. ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവ്, പ്രത്യേകിച്ച് ബൗദ്ധിക മേഖലയിൽ നിന്നും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിന്നും ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. പൊതുവെ ഇവർക്ക് ഒരു സൗഭാഗ്യ കാലം ആണ്. കാര്യം വ്യാഴം 5-ാം ഭാവത്തിലാണ്, സൂര്യൻ ഇവിടെ 5-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തൊഴിൽപരമായിട്ടുള്ള നേട്ടവും പ്രതീക്ഷിക്കാം. പൊതുവെ മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം നേട്ടമുള്ള ദിവസങ്ങളാണ്. ഇനി ഭാഗ്യ നിറം നോക്കാം. വെള്ളിയാഴ്ച 24-ാം തീയതി വെള്ളിയാഴ്ച ചുവപ്പ് അല്ലെങ്കിൽ വെള്ള, 25-ാം തീയതി ശനിയാഴ്ച കറുപ്പ് അല്ലെങ്കിൽ നീല, അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധന ഉണ്ടാകുന്നതാണ്. ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. 24-25 തീയതികളിൽ രാവിലെ 4:40 AM മുതൽ രാവിലെ 5:28 AM വരെ ബ്രഹ്മമുഹൂർത്തമാണ്. 24-25 തീയതികളിൽ അഭിജിത്ത് മുഹൂർത്തം 24-25 തീയതികളിൽ ഉച്ചയ്ക്ക് 12:03 PM മുതൽ 12:53 PM വരെ അഭിജിത്ത് മുഹൂർത്തമാണ്. 24-25 തീയതികളിൽ അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ ക്ഷേത്ര ദർശനത്തിനും മന്ത്രജപങ്ങൾക്കും പ്രാർത്ഥനകൾക്കുമൊക്കെ പ്രാധാന്യം നൽകുക. ഇനി രാഹുകാലം നോക്കാം. 24-ാം തീയതി രാവിലെ 10:55 AM മുതൽ ഉച്ചയ്ക്ക് 12:28 PM വരെയാണ് 24-ാം തീയതി രാഹുകാലം. 25-ാം തീയതി 9:22 AM മുതൽ രാവിലെ 10:55 AM വരെ രാഹുകാലമാണ്. 25-ാം തീയതി രാഹുകാലത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. അതുപോലെ തന്നെ യാത്രകൾ ഒഴിവാക്കുക. ഇനി ഭാഗ്യ നമ്പറുകൾ. 24/7/2026 5 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 6, 4, 2, 7, 9 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 25/7/2026 6 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 7, 5, 2, 9, 8 ഇവയും ഭാഗ്യസംഖ്യകളാണ്. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.